ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 3 ഫേസ് സെലക്ടർ ടൈപ്പ് ഡി ബി ആണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വരുന്ന സെലക്ടർ ഡി ബി. നമ്മൾ ഭിത്തിയിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് എത്തിയിരിക്കുന്നത്. അതിന് മുന്നേ അതിൻ്റെ മൊത്തം കവറിങ്ങും എത്ര റേറ്റ് കാര്യങ്ങളൊക്കെയാണെന്നുള്ള ജസ്റ്റ് നമുക്ക് പരിചയപ്പെടാം. 3 ഫേസ് കണക്ഷൻ വരുന്നത്, അതായത് RYB എന്നുള്ള 3 ഫേസും ഒരു ന്യൂട്രൽ കണക്ഷനാണ് നമ്മൾ നോർമൽ ലെവലിൽ വരുന്നത്. അപ്പോൾ നമുക്കിത് വരുന്നത് ലെഗ്രാൻഡിൻ്റെയാണ് നമ്മളിത് പരിചയപ്പെടുന്നത്. ലെഗ്രാൻഡിൻ്റെ 6 വേ എന്നാണ് പറയുന്നത്. അതായത് 6 വേ, അത് കറക്റ്റായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ കറക്റ്റ് മാർക്കിങ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആംബിയർ 61 ആംസാണ് നമുക്ക് മാക്സിമം സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര ആംബിയർ എന്ന് 6 വേ എന്ന് കണ്ടാം. 6 വേ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഫേസിൽ, അതായത് 3 ഫേസാണ് നമുക്ക് വരുന്നത്. ഒരു ഫേസിൽ നമുക്ക് മാക്സിമം 6 MCB വരെ കൊടുക്കാം. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഈ ബോക്സിനകത്ത് വരുന്നത് അതിൻ്റെ അസംബ്ലി സെറ്റ് കാര്യങ്ങൾ വരുന്നുണ്ടാവും, യൂണിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും, ഡോറ് വരുന്നുണ്ട്, പിന്നെ അത് കൂടാതെ തന്നെ സെലക്ടറും കൂടി വരുന്നുണ്ട്. അതാണ് അതിൻ്റെ അകത്ത് ഉള്ളിലായിട്ട് നമുക്ക് ക്വാണ്ടിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇതാണ് സെലക്ടർ വരുന്നത്. നമുക്ക് അകത്ത് വരുന്ന സെലക്ടർ, അതായത് 3 ഫേസ് നമുക്ക് വരുന്നുണ്ട്. ആ 3 ഫേസിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫേസ് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ സെക്ഷനിൽ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാനുവലായിട്ട് തിരിച്ച് മാറ്റിയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഫേസ് സെലക്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഡോറ് കാര്യങ്ങൾ, പിന്നെ ലിങ്കറുകൾ, അതിൻ്റെ സ്ക്രൂ കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റ സെറ്റായിട്ടാണ് തരുന്നത്. അപ്പോൾ 6 വേ DVD ആണ് നമുക്ക് ഈ വരുന്നത്. അതായത് ഒറ്റ ഫേസിൽ 3 ഫേസിൽ വരുന്നുണ്ടെങ്കിലും ഒരു ഫേസിൽ 6 MCB നമുക്ക് കൊടുക്കാം. അങ്ങനെ 6 3 18 സർക്യൂട്ട് യൂസ് ചെയ്യാം. മിനിമം നമുക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് 6 വേ DB നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. 6 വേ DB കൂടാതെ 8 വേ DB വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ DB വരുന്നത്. DBയുടെ ഉള്ളിൽ വരുന്നത് നമുക്ക് ആ സെലക്ടർ കാര്യങ്ങളെല്ലാം അഴിച്ചു മാറ്റി നമ്മൾ വെച്ചിരിക്കുന്നതാണ്. നേരെ ഭിത്തിയിൽ ഉറപ്പിച്ചിരിക്കുന്നത്. ഓൾറെഡി തേപ്പ് കാര്യങ്ങൾ കഴിഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫിനിഷിങ് സ്റ്റേജ് കറക്റ്റ് ചെയ്ത് നമുക്ക് വെക്കാൻ സാധിക്കും. ഇവിടെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന സെലക്ടർ വരുന്നത്. സെലക്ടർ ഈ ഏരിയയിലാണ് വരുന്നത്. സെലക്ടർ ഉദ്ദേശിച്ച 3 ഫേസ് സെലക്ടർ. ഇവിടെ നമ്മൾ RCCBയും അല്ലെങ്കിൽ ഐസൊലേറ്ററും കൂടി വരുന്നത്. പിന്നെ ന്യൂട്രൽ ലിങ്ക് വരുന്നുണ്ട്. ന്യൂട്രൽ ലിങ്ക് മിനിമം 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഫേസിന് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി വേണമെങ്കിൽ സോളാറിന് കൂടി സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു ന്യൂട്രൽ ലിങ്ക് കൂടി എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. ഈ 3 എണ്ണം കൂടാതെ വീണ്ടും ഒന്നുകൂടെ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഈ സൈഡിൽ വരുന്നത് എർത്താണ് വരുന്നത്. അതായത് നമ്മുടെ കംപ്ലീറ്റ് സർക്യൂട്ടുകളിൽ എർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റോഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ DB സെലക്ട് ചെയ്ത് DBയിൽ വരുന്ന ആ ബാക്ക് ഉണ്ട്. ഇത് നമ്മൾ ഓൾറെഡി നോക്കൗട്ട് കളഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വരുന്ന പൈപ്പുകൾ, അതായത് സർക്യൂട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന പൈപ്പുകളുടെ എണ്ണം അനുസരിച്ച് നമുക്കിവിടെ നോക്കൗട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാതെ തന്നെ നേരെ പൈപ്പ് ആ നോക്കൗട്ട് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടാകും കമ്പനി. ഏകദേശം 8 9 1 സൈഡ് വരുന്ന രീതിയിൽ തന്നെ മാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് 2 ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് പൈപ്പുകൾ നമ്മൾ ആവശ്യാനുസരണം ഇറക്കി ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഫേസ് വരും. റെഡ് എന്ന് പറയുന്ന ഫേസിൻ്റെ ഔട്ട് വരുന്ന 6 MCB, Y എന്ന് പറയുന്ന ഫേസിൻ്റെ 6 MCB, അടുത്തത് ബ്ലൂ എന്ന് പറയുന്ന MCB, അതായത് 6 MCB, അങ്ങനെ വരിക. ടോട്ടൽ 18 MCB നമുക്കിവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ബേസിക് കാര്യമാണ് സംസാരിച്ചത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. DB കാര്യങ്ങൾ ഉറപ്പിക്കുന്ന സമയത്ത് ഭാവിയിലേക്ക് ചെതൽ കാര്യങ്ങൾ, ഉറുമ്പ് കാര്യങ്ങൾ ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കണം. ഇപ്പോൾ ലെങ്തി വീഡിയോ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മുടെ പുതിയ വീഡിയോസ് നമുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.